ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടതും ഒരു രാജ്യമെന്ന നിലയിൽ ഉത്തരവാദിത്വമുള്ള പൗരന്മാരായി ജീവിക്കേണ്ടതും നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം അതുതന്നെയാണ് നമ്മളോട് എല്ലാവരോടും പറയുന്നത്. നമ്മൾ ആഘോഷിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങളെയും ഭരണഘടനയെയും രാജ്യത്തിൻ്റെ ഐക്യത്തെയും സംരക്ഷിക്കാൻ നമ്മൾക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ ചടങ്ങിൽ എത്തിയിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ ഐജു തോമസ് സാറിനെ ഒഫീഷ്യലായിട്ട് നമ്മുടെ റിപ്പബ്ലിക് ഡേ മെസ്സേജ് നിങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടി ഞാൻ സ്വാഗതം. എത്രയും പ്രിയപ്പെട്ട NCC കാഡറ്റ്സ്, NCC ഓഫീസർ, മറ്റ് അധ്യാപകരെ, സഹപ്രവർത്തകരെ, 77ാം റിപ്പബ്ലിക് ഡേയുടെ ആശംസകൾ ഞാൻ ആദ്യം നേരുകയാണ്. സാറ് പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യം മഹാത്മാഗാന്ധിയും മറ്റ് പ്രമുഖരും ചേർന്ന് 1947 സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും കേവലം 3 വർഷം കൊണ്ട് ഇന്ത്യയെ ഒരു റിപ്പബ്ലിക്കാക്കി മാറ്റി. സാറ് പറഞ്ഞതുപോലെ അത് വളരെ ശ്രമകരവും അതിശയകരമായ ഒരു കാര്യം. വളരെ ചെറിയ നാട്ടുരാജ്യങ്ങൾ വളരെ രീതിയിൽ ഭിന്നിച്ച് നിന്ന ഒരു സംവിധാനത്തെ ഒരു രാജ്യത്തിൻ്റെ കുടക്കീഴിലേക്ക് എത്തിക്കുക അതീവ ശ്രമകരം. സർദാർ വല്ലഭായ് പട്ടേലിനെ പോലെ ഉരുക്ക് മനുഷ്യനെന്നറിയപ്പെടുന്ന ഉരുക്ക് മുഷ്ടി ഉപയോഗിച്ചും രാജ്യത്തെ ഒന്നായി നിലനിർത്തുകയും അത് ഇന്നേ വരെ നമ്മളീ അനുഭവിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യങ്ങളോടും കൂടി ഇന്നേ വരെ നിലനിർത്താൻ സാധിച്ചതിൽ വളരെ ഒരു അഭിമാനം നമ്മൾ ഓരോ പൗരനെന്നുള്ള രീതിയിലും നമുക്കുണ്ട്. ഇനിയും ഒന്നിച്ചുള്ള ഒരു പോരാട്ടം രാജ്യത്തിനു വേണ്ടി അത് ഈ ഒരു സമയത്ത് വളരെ അത്യാവശ്യമാണ്. പല ശക്തികളും രാജ്യത്തിന് ഭീഷണിയായി നിൽക്കുന്ന ഒരു സമയത്ത് എല്ലാ കാലങ്ങളിലും ഒന്നിച്ചു നിൽക്കണം. അതേപോലെ തന്നെ ജാതി മത വർഗ വിവേചനങ്ങൾക്ക് എതിരെയും അതിൽ നിന്നെല്ലാം വിമുക്തമായും ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള രീതിയിലുള്ള ആത്മാഭിമാനം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകട്ടെ. അത് തുടർന്ന് മുൻപോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവർക്കും വളരെ സ്നേഹം നിറഞ്ഞ ഒരു റിപ്പബ്ലിക് ദിന ആശംസകളും ഈ സമയത്ത് നേരുകയാണ്. നന്ദി.